ആട്ടം ഒരു സസ്പെൻസ് ചേംബർ ഡ്രാമയാണ്. ഒരു നാടക ട്രൂപ്പ്, അതിൽ 13 പേരുണ്ട്. അതിലൊരാൾ മാത്രം പെണ്ണ്. ഒരു ദിവസം നാടകം കഴിഞ്ഞവര് രാത്രി തങ്ങിയത് ഒരു റിസോർട്ടിലാണ്. അന്ന് രാത്രി ആ ഗ്രൂപ്പിൽ ആരോ അവളെ കയറി പിടിച്ചു. അവൾക്കറിയാതെ ആരാണെന്ന്. അടുത്ത കാലത്ത് ഗ്രൂപ്പിൽ ചേർന്ന സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. അവളത് ഗ്രൂപ്പിൽ പറയുന്നു. ഗ്രൂപ്പ് പെട്ടെന്ന് തീരുമാനമെടുത്ത് അയാളെ പുറത്താക്കാൻ എല്ലാവരും എഴുതി ഒപ്പുവെച്ചു. അതിനുശേഷമാണ് ഗ്രൂപ്പുകാരെ അറിയുന്നത് തങ്ങൾ പുറത്താക്കാൻ പോകുന്ന ആൾ വഴി അവർക്ക് യൂറോപ്പിൽ 3 മാസത്തെ ഒരു നാടക ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് 8 ലക്ഷം രൂപ വെച്ച് കിട്ടും. സാധാരണക്കാരായ മനുഷ്യരായിരുന്നു അവരവരുടെ നിലപാട് മാറ്റി. അവർ ഈ പെൺകുട്ടിയെ ഗ്രൂപ്പിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യലായി. തെളിവ് ചോദിച്ചു. പിന്നെ പറഞ്ഞു അവൾക്ക് അലൂസിനേഷനാണ്. അവൾ കരഞ്ഞുകൊണ്ട് ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നീടാണ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് മനസ്സിലായത് ഈ യൂറോപ്പ് ട്രിപ്പ് ഒരു പ്രാങ്ക് ആയിരുന്നു. അവളൊരു ട്രൂപ്പ് തുടങ്ങി അവളുടെ ദുരനുഭവം നാടകമാക്കി. ആ നാടകത്തിന്റെ അവസാനം മുഖംമൂടി വെച്ച ഒരാൾ വന്നിട്ട് പറയും, അന്ന് രാത്രി നിന്നോട് ഞാനാണ് മോശമായിട്ട് പെരുമാറിയത്. അവൾ ചോദിക്കും, നീ ഇത് ഗ്രൂപ്പിൽ പറഞ്ഞോ? ഇല്ല. എങ്കിൽ നീ ഇനി ഗ്രൂപ്പിൽ പറയണ്ട, എനിക്ക് നിന്നെ കാണാൻ വേണ്ട. അപ്പൊ അവൻ പറയും, എനിക്ക് ഈ കുറ്റബോധം കൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ, ഞാൻ ആരാണെന്ന് നീ കാണണം. അവൾ പറയും, വേണ്ട, നീയും ആ 11 പേരും തമ്മിൽ എനിക്കൊരു വ്യത്യാസമില്ല. നീയും ആ 11 പേരും തമ്മിൽ എനിക്കൊരു വ്യത്യാസമില്ല. ആ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളില് ഇങ്ങനെ വിഷമിപ്പിക്കുന്നൊരു വാക്കാണത്, സങ്കടപ്പെടുത്തുന്നൊരു വാക്കാണത്. നീ ആരാണെന്ന് എനിക്ക് അറിയണ്ട. നീയും ആ 11 പേര് തമ്മിൽ ഇന്ന് എനിക്കൊരു വ്യത്യാസമില്ല. യുദാസ് ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ ആരാണ് ഒറ്റക്കൊടുന്നതിനെ കാണണ്ടേ? ഈശോ പറഞ്ഞു, വേണ്ട, നീയും ആ 11 പേരും തമ്മിൽ എനിക്കൊരു വ്യത്യാസമില്ല. ഇന്ന് ഓശാന ഞായറാഴ്ച ആർപ്പുവിളികളുടെ ദിനമാണ്. പക്ഷേ ദുഃഖവെള്ളിയില് അത് കൊലവിളിയായിട്ട് മാറും. ഈശോ കുരിശിന്റെ മുന്നിൽ ഒറ്റയ്ക്കായിപ്പോയി. എല്ലാ വർഷവും അരങ്ങേറുന്നൊരു ആട്ടമായിട്ട് ഈ ഹോളി വീക്കിനെ കാണരുത്. ഇവിടെ നമ്മൾ കാണികളല്ല, ഇവിടെ നമ്മൾ അരങ്ങത്തുണ്ട്. ചിന്തിക്കേണ്ടത് ഏത് വേഷമാണ് ഞാൻ കെട്ടുന്നത്.